വടകര കടത്തനാട് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന. ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് വടകര പാർക്ക് റോഡിലെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നത്. സൊസൈറ്റിയിൽ 2.16 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി സഹകരണ ജോയിന്റ് ഡയറക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ബെൻസൺ ബാബു നൽകും വിശദാംശങ്ങൾ. ബെൻസൺ, എങ്ങനെയാണ് പരിശോധന? അരുണ്യ, ഇപ്പോൾ ഓഫീസിലാണ് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത്. വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ വടകര പാർക്ക് റോഡിലെ ഓഫീസിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് ഈ സൊസൈറ്റി ചെന്നെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏകദേശം 2.16 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി സഹകരണ ജോയിന്റ് ഡയറക്ടർ നടത്തിയ പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന നടക്കുന്നത്. നിലവിൽ ഈ സംഭവം അല്ലെങ്കിൽ ഈ ഇബ്രാഹിം ഹാജിയുടെ മരണവുമായും അതോടൊപ്പം തന്നെ വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് നിലനിൽക്കുന്നത്. അതിലൊന്ന് ഇബ്രാഹിം ഹാജി നൽകിയ വിശ്വാസവഞ്ചന കേസാണ്. അത് ഇതിന്റെ ഡയറക്ടർമാരായ സുധീർ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇബ്രാഹിം ഹാജി നൽകിയ ഒരു വിശ്വാസവഞ്ചന കേസ് അത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം ഹാജി സ്വയം ജീവനൊടുക്കിയ കേസും നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ 2.16 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരുന്നു. അങ്ങനെ 3 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കേസുകളും ഒരുമിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഓഫീസിലെത്തി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ഒരു 3 ആഴ്ചകൾക്ക് മുൻപാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ടായിരുന്നപ്പോൾ അതിന്റെ ഒരു സ്വാഭാവിക നടപടിയാണ് ഇത്തരത്തിൽ ഓഫീസിലെത്തി അവിടുത്തെ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുക, ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പാണ് നടന്നത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധന നടത്തുക. ഇതെല്ലാം സ്വാഭാവികമായ പരിശോധനയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇബ്രാഹിം ഹാജിയുടെ മരണവും കൂടി ആയതോടുകൂടിയാണ് ഈ അന്വേഷണം ഒന്നുകൂടി ചൂടുപിടിച്ചത്, അല്ലെങ്കിൽ ഒന്നുകൂടി ശക്തി പ്രാപിച്ചത് എന്ന് തന്നെ വേണമെങ്കിലും പറയാം. ഇപ്പോഴും ഈ പരിശോധന ഓഫീസിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രേഖകൾ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള പരിശോധനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അരുണ്യ, കടത്തനാട് ലേബർ സൊസൈറ്റിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ റെയ്ഡ് നടക്കുന്നത്. ബെൻസൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.